വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. പിന്നെ ഞാൻ പരിപ്പ് വെച്ചിട്ടൊരു സൂപ്പർ തോരനാണ് ഉണ്ടാക്കുന്നത്. കുട്ടികളെല്ലാം ചോദിച്ച് വാങ്ങി കഴിച്ചുകൊണ്ടേയിരിക്കും. നല്ല ടേസ്റ്റുള്ളതാണ്. ഞാൻ ഏകദേശം ഒരു അര ഗ്ലാസ് പരിപ്പാണ് കഴുകിയിട്ട് വെച്ചിട്ടുള്ളത്. അര ഗ്ലാസ് പരിപ്പിന് ഒരു 1.5 ഗ്ലാസ്സിനടുക്ക വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിൽ. ഇതിലേക്ക് ഞാൻ ഈ പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പിട്ട് കൊടുത്തു. ഒരു സവാളേൻ്റെ 1/4 ഭാഗമുണ്ട് ചെറുതായി മുറിച്ചിട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുറവായിട്ട് ഇട്ടിട്ട്, കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ഇട്ടിന്, 2 മുളക് കീറിയത്, ഉപ്പ് പിന്നെയാണ് ഇട്ട് കൊടുക്കുക. നമുക്ക് അടച്ചിട്ട് വേവിക്കാം. തിളക്കുമ്പോൾ ഒന്ന് തീ കുറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം തുറന്ന് നോക്കിയിട്ട് അടച്ചു കൊടുത്തതാണ്. ഈ സമയത്ത് നമുക്ക് ഈ പരിപ്പ് വറവിൽ ഞാനുണ്ടല്ലോ കുറച്ച് മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത്, ഒരു 4-5 കാന്താരി ചതച്ചത്, ഒരു വെളുത്തുള്ളി ഞാൻ പരിപ്പിലിട്ട് കൊടുത്തിന്. ഉപ്പിടാത്തയല്ലേ പരിപ്പിൽ. ഉപ്പ് പൊടിയോ, ഞാൻ ഈ ഉപ്പ് വെള്ളമാണ്, ലേശം ഒരു 3/4 ടീസ്പൂൺ കുറവായിട്ട് ഉപ്പ് അലിച്ച വെള്ളമാണത്. ഇനി ഒന്ന് തിരുമ്മി കൊടുക്കുക. തിരുമ്പോന്ന് പറഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട്, തിരുമ്പണ്ട, ഇത്രയും മതി. സ്റ്റൗ ഓണാക്കി ഇനി ഈ മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ കുറച്ചിട്ട്, പരിപ്പിൻ്റെ വെള്ളമെല്ലാം നന്നായി വറ്റിയതില്ല, തീ കുറച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് അടച്ചു കൊടുക്കുക. 2 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്നിട്ട് നോക്കാം. മുരിങ്ങയിലൊക്കെ വേവില്ലല്ലോ. നമ്മൾ ഈ പരിപ്പ് വേവിക്കുന്ന സമയത്ത് പരിപ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം വറ്റിച്ചതിന് ശേഷം മാത്രം മുരിങ്ങയില ഇട്ട് കൊടുക്കുക. നന്നായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു നുള്ളു കടുക് ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് കടുക് വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുത്തു. കുറച്ച് ജീരകവും 2 മണി ഉഴുന്ന് പരിപ്പൂട്ടിന്. പിന്നെ അരി വറുത്തിട്ടൊന്നുമില്ല. കുട്ടികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. ഇതുണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകാതെ ഉണ്ടാക്കാൻ നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് അറിയിക്കണേ കമൻസിലൂടെ.